പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം സങ്കീർത്തനം 28:7. കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ എടുത്തു പറയുകയാണ്, കർത്താവ് എൻ്റെ ശക്തിയാണ്, കർത്താവ് എൻ്റെ പരിചയമാണ്, അതുകൊണ്ട് ഞാൻ കർത്താവിലാണ് ശരണം വെച്ചിരിക്കുന്നത്. ആകയാൽ എനിക്ക് സഹായം ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. ഒരിക്കലും ഒരു സഹോദരി എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യുകയുണ്ടായി. രാവിലെ 4 മണി മുതൽ ജോലി ആരംഭിക്കും, അത് രാത്രി 11 വരെയും ജോലിയാണ്. രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണം, പ്രായമായ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, ജീവിത പങ്കാളിയുടെ കാര്യം നോക്കണം, എനിക്ക് ജോലിക്ക് പോകണം. തിരിച്ചു വരുമ്പോഴും ഒരുപാട് ജോലി ഭാരം അനുഭവപ്പെടുകയാണ്. അങ്ങനെ രാത്രി 11 വരെയും 11:30 മണി വരെയും ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് എൻ്റെ പണികളെല്ലാം തീരുന്നത്, ജോലികളെല്ലാം തീരുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ മടുത്തു പോകും, തളർന്നു പോകും, ക്ഷീണം തോന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ജോലി ഭാരങ്ങളും തളരാതെ നിർവഹിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ദൈവത്തിൽ നിന്ന് ശക്തി കിട്ടിക്കൊണ്ടിരിക്കണം. വചനം പറയാണ്, മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 28 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് നമ്മുടെ അധ്വാന ഭാരവും ക്ലേശങ്ങളും ടെൻഷനും അസ്വസ്ഥകളെല്ലാമായി കുറേ സമയം നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കണം. കർത്താവിൻ്റെ ശക്തിയാണെന്ന്, കർത്താവിൻ്റെ പരിചയമാണെന്ന്, കർത്താവിൽ നിന്നാണ് എനിക്ക് ശക്തി വരുന്നത് എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയണം. അപ്പോൾ നമ്മുടെ ക്ഷീണം പോകും, തളർച്ച പോകും, മടുപ്പ് പോകും. വീണ്ടും കുടുംബത്തിന് വേണ്ടി ഓടാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ശക്തിയും കൃപയും ദൈവം നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടുതൽ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.